സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര പ്രഖ്യാപിച്ചുകൊണ്ട് മേനോൻ മുഖ്യമന്ത്രി അടിച്ചൊരു വാചകവും ആ വാചകം പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ കണ്ടൊരു അനിഷ്ട സംഭവമുണ്ട്. അത് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ കൃത്രിമത്വം കാണിക്കുകയാണ്, അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഉടായ്പ് കാണിച്ചാൽ അതിന് ചില അനിഷ്ട സൂചനകൾ നമ്മുടെ നാട്ടിൽ കാണിക്കും. അതിന് ഉദാഹരണത്തെ സതീശന്റെ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കി. ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവാ. കേട്ടല്ലോ, സ്ത്രീകളോടുള്ള ആദരവിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരിടത്ത് സംഭവിച്ച കാഴ്ച ഒന്ന് കണ്ടേ. കണ്ടല്ലോ, സതീശന്റെ മന്ത്രിസഭയിലെ സ്ത്രീയുടെ തലയിൽ തന്നെ പായസം വീഴുന്ന അവസ്ഥ, അതും ചൂട് പായസം. അത് ആരും ഒഴിച്ചതല്ല, അബദ്ധത്തിൽ വീണതാണ്. എന്തുകൊണ്ടാണ്? ആ കാണിക്കുന്ന പ്രവൃത്തി അത് ഉടായിപ്പായതുകൊണ്ട് അതിന്റെ അനിഷ്ട സൂചനകൾ ഈ നാടിന്റെ അദൃശ്യ ശക്തി നൽകിയതാണ്. ആ അദൃശ്യ ശക്തിയിലൂടെ ഇങ്ങനെ ഒരു ദുസൂചന നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കണം? ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതല്ല, ചില കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പാവപ്പെട്ട ജനങ്ങൾക്കിട്ട് പണി കൊടുക്കുന്നതാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. ഈ അനിഷ്ട സംഭവം അതേ സമയത്ത് വനിതയുടെ തലയിൽ തന്നെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്ര നിഷ്കളങ്കമായി അതിനെ കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ചില അനർത്ഥങ്ങളൊക്കെ കാണുന്നു. ആ അനർത്ഥങ്ങളുടെ ലിസ്റ്റായിട്ട് തന്നെ ഈ ഒരു മംഗളകാര്യം നടക്കുമ്പോൾ അത് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു ദുസൂചന അതിന്റെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു മന്ത്രിയുടെ തലയിൽ തന്നെ ഒരു ഗ്ലാസ് ചൂട് പായസം വീണിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി വനിതകൾക്ക് ഗുണകരമാണെന്ന് പറയുന്ന വാചകത്തിൽ എന്തൊക്കെയോ മറച്ചു വെച്ചിരിക്കുന്നു, എന്തൊക്കെയോ ഉടായ്പുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ്. അത് നാട്ടുകാർക്ക് കൃത്യമായിട്ട് ഒരു ദുസൂചനയിലൂടെ മുന്നറിയിപ്പ് നൽകുകയാണ്. ചെയ്യുന്നത് നിഷ്കളങ്കമല്ല, നിങ്ങൾക്ക് എന്തോ വലുത് വരാൻ പോകുന്നു എന്നതിന്റെ നേർസാക്ഷ്യമായിട്ട് വേണം സതീശന്റെ ആ വാചകവും. ആ വാചകം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ആദ്യത്തെ യാത്രയിൽ വനിതാ മന്ത്രിയുടെ തലയിൽ തന്നെ ചൂട് പായസം വീണ രംഗമെന്ന് പറയേണ്ടി വരികയാണ്. ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവാ.